ഹൃദയവും മനസ്സും മുഴുവനായും സമർപ്പിച്ച് പരിപൂർണമായ ആത്മാർത്ഥതയോടെയും പ്രതിബദ്ധതയോടെയും നാം ഏതൊരു കാര്യം ചെയ്യുന്നുവോ ആ കാര്യത്തിനായിരിക്കും മൂല്യമുണ്ടാവുക, വിലയുണ്ടാവുക. അധര വ്യായാമം കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് നാം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് പരിപൂർണമായ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടെയും ഹൃദയ സമർപ്പണത്തോടെയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏതൊരു കാര്യം നാം ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിന്റെ ലക്ഷ്യത്തോട് പരിപൂർണമായ പ്രതിബദ്ധതയും ഇഷ്ടത്തോടും കൂടി ചെയ്യുമ്പോഴാണ് നാം ആ ചെയ്യുന്നതിന്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്. നാം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന നമ്മുടെ ഇബാദത്തുകളിലാകട്ടെ, നമ്മുടെ ആരാധനകളിലാകട്ടെ, മറ്റുള്ള പ്രവർത്തനങ്ങളിലാകട്ടെ, ഏതു വിഷയത്തിലാണെങ്കിലും ആ ചെയ്യുന്ന വിഷയത്തിന്റെ മധുരം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മിൽ പരിപൂർണമായ ആത്മാർത്ഥതയും ഹൃദയ സാന്നിധ്യവും ഒക്കെ ഉണ്ടാകണം. ഇഖ്ലാസ് എന്ന് ഇബാദത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ ഖാലിസ. വളരെ ആത്മാർത്ഥതയോടെ അതിന്റെ ലക്ഷ്യമറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം നാം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഏത് അമലുകളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, അതിന് വിലയുണ്ടാവുകയുള്ളൂ, അതിന്റെ ഒരു മധുരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.